Hello and welcome back to another video on daily use ചെറിയ sentences. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. എൻ്റെ കൂട്ടുകാർ ഇന്ന് രാത്രി ഡിന്നറിന് വരുന്നുണ്ട്. എൻ്റെ കൂട്ടുകാർ ഇന്ന് രാത്രി ഡിന്നറിന് വരുന്നുണ്ട്. My friends are coming for dinner tonight. My friends are coming for dinner tonight. Coming for dinner. ഡിന്നറിന് വരുന്നുണ്ട്. Tonight പറഞ്ഞാൽ ഇന്ന് രാത്രി. ഇന്ന് രാത്രി എന്നതിനെ ടുഡേ നൈറ്റ് എന്ന് പറയരുത്. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞതാണ് tonight എന്നാണ് പറയുക. ഇന്ന് രാത്രി എന്നതിനെ tonight. അപ്പോൾ my friends are coming for dinner. എൻ്റെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ കൂട്ടുകാർ ഡിന്നറിന് വരുന്നുണ്ട് ഇന്ന് രാത്രി. എത്ര പേർ വരുന്നുണ്ടാകും? എത്ര പേർ വരുന്നുണ്ടാകും? How many will be coming? How many? എത്ര പേർ അല്ലെങ്കിൽ എത്ര will be coming? വരുന്നുണ്ടാകും. അവർ 5 പേർ ഉണ്ടാകും. അവർ 5 പേർ ഉണ്ടാകും. There will be 5 of them. There will be 5 of them. 5 of them. അവർ 5 പേർ. There will be 5 of them. അവർ 5 പേർ ഉണ്ടാകും. അവർ എത്ര മണിക്കാ എത്തുക? അവർ എത്ര മണിക്കാ എത്തുക? At what time will they reach? At what time will they reach? Will they reach? എത്തുക. At what time? എത്ര മണിക്ക്? അവർ 8 മണിയോടെ എത്തും. അവർ 8 മണിയോടെ എത്തും. They will reach by 8 o'clock. They will reach by 8 o'clock. By 8 o'clock. അതായത് 8 മണിയോട് കൂടെ. 8 മണിക്ക് എന്നല്ല, 8 മണിയോടടുത്ത് വരും. They will reach by 8 o'clock. ഞാൻ പുറത്തുനിന്ന് എന്തെങ്കിലും വാങ്ങിക്കണോ? ഞാൻ പുറത്തുനിന്ന് എന്തെങ്കിലും വാങ്ങിക്കണോ? Should I buy anything from outside? Should I buy anything from outside? Should I buy? ഞാൻ വാങ്ങിക്കണോ? Anything എന്തെങ്കിലും from outside പുറത്തുനിന്ന്. അതായത് നമ്മൾ വീട്ടിലേക്ക് വരും വഴി പുറത്ത് ഹോട്ടലിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിക്കണോ എന്നാണ് ചോദിക്കുന്നത്. അതിന്റെ ആവശ്യമില്ല, ഞാൻ ചെയ്തോളാം. അതിന്റെ ആവശ്യമില്ല, ഞാൻ ചെയ്തോളാം. That is not required. I shall do it. That is not required. അതിന്റെ ആവശ്യമില്ല, I shall do it. ഞാൻ ചെയ്തോളാം. അതായത് 5 പേർക്കുള്ള ഭക്ഷണം ഞാൻ തന്നെ പാകം ചെയ്തോളാം, പുറത്തു നിന്ന് ഒന്നും മേടിക്കണ്ട എന്നാണ് നമ്മൾ പറയുന്നത്. എനിക്ക് ഭക്ഷണം പാകം ചെയ്യാൻ സമയം വേണം. എനിക്ക് ഭക്ഷണം പാകം ചെയ്യാൻ സമയം വേണം. I need time to prepare the food. I need time to prepare the food. Prepare എന്ന് പറഞ്ഞാൽ പാകം ചെയ്യുക, റെഡിയാക്കുക. I need time. എനിക്ക് സമയം വേണം. To prepare പാകം ചെയ്യാൻ. The food. ഫുഡ് അല്ല, food. FOOD. ഫുഡ് അല്ല, food. നിനക്ക് പാചകം ചെയ്യാൻ എത്ര സമയം വേണം? നിനക്ക് പാചകം ചെയ്യാൻ എത്ര സമയം വേണം? How much time do you need to cook? How much time do you need to cook? നിനക്ക് എത്ര സമയം വേണം പാകം ചെയ്യാൻ അല്ലെങ്കിൽ കുക്ക് ചെയ്യാൻ? ഓക്കെ, ഇവിടെ നമുക്ക് വേണമെങ്കിൽ to cook the food അങ്ങനെ ആ വാക്കും ചേർക്കാവുന്നതാണ്. How much time do you need to cook the food? എനിക്ക് എല്ലാം ഉണ്ടാക്കാൻ ചുരുങ്ങിയത് 3 മണിക്കൂറെങ്കിലും വേണം. എനിക്ക് എല്ലാം ഉണ്ടാക്കാൻ ചുരുങ്ങിയത് 3 മണിക്കൂറെങ്കിലും വേണം. നേരത്തെ നമ്മൾ ഹൗ മച്ച് ടൈം ഡു യു നീഡ് ടു കുക്ക് എന്ന് ചോദിച്ചിരുന്നു. അപ്പൊ അതിനുള്ള ഉത്തരമാണ് എല്ലാം ഉണ്ടാക്കാൻ ചുരുങ്ങിയത് 3 മണിക്കൂറെങ്കിലും വേണം. I need at least 3 hours to prepare everything. I need at least 3 hours. At least അതായത് ചുരുങ്ങിയത് 3 hours. 3 മണിക്കൂർ. Hour എന്ന് പറയരുത്, 3 hours. So I need at least 3 hours to prepare everything. സാമ്പാർ എടുക്കേണ്ട, അത് വളിച്ചുപോയി. സാമ്പാർ എടുക്കേണ്ട, അത് വളിച്ചുപോയി. വളിച്ചുപോയി അല്ലെങ്കിൽ പഴകിപ്പോയി. Don't take the sambar. It's gone stale. Don't take the sambar. സാമ്പാർ എടുക്കണ്ട. ഇപ്പൊ ഫ്രിഡ്ജിലായിരിക്കാം. അപ്പൊ നമ്മൾ പറയുന്നത് സാമ്പാർ പുറത്തെടുക്കണ്ട. It's gone stale. വളിച്ചുപോയി, പഴകിപ്പോയി എന്നതിനെ ഇംഗ്ലീഷിൽ ഗോയിങ് സ്റ്റെയിൽ എന്നാണ് പറയുക. STALE. അപ്പോൾ ഇറ്റ്സ് ഗോൺ സ്റ്റെയിൽ എന്ന് പറഞ്ഞാൽ ഓൾറെഡി വളിച്ചുപോയ സാധനമാണ്. സോ ഇറ്റ് ഹസ് ഗോൺ സ്റ്റെയിൽ. ഡോണ്ട് ടേക്ക് ദ സാമ്പാർ. ഇറ്റ്സ് ഗോൺ സ്റ്റെയിൽ. കഴിക്കാനായി ഞാൻ മേശ തയ്യാറാക്കാം.
ഡിന്നർ കഴിക്കാനായി ഞാൻ മേശ തയ്യാറാക്കാം. I shall lay the table for dinner. I shall lay the table for dinner. ടേബിള് ഭക്ഷണം കഴിക്കുവാനായി അറേഞ്ച് ചെയ്യുന്നതിനെ lay the table എന്നാണ് പറയുക. അല്ലെങ്കിൽ I shall prepare the table അങ്ങനെ നമ്മൾ പറയില്ല. I shall lay the table for dinner. ഡിന്നർ കഴിക്കുവാൻ വേണ്ടി I shall lay the table. നീ ആദ്യം ചിക്കൻ കറി ചൂടാക്ക്. നീ ആദ്യം ചിക്കൻ കറി ചൂടാക്ക്. First you heat up the chicken curry. First you heat up the chicken curry. Heat up എന്ന് പറഞ്ഞാൽ ചൂടാക്കുക. Okay. Heat എന്ന് പറഞ്ഞാൽ ചൂട്. Heat up എന്ന് പറഞ്ഞാൽ ചൂടാക്കുക. അപ്പോൾ first you heat up the chicken curry. നീ ആദ്യം തന്നെ ചിക്കൻ കറി ചൂടാക്ക്. അപ്പോൾ ഇന്നത്തെ ലെസൺ ഇവിടെ അവസാനിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.